ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോഴേ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഓക്കെ ആയിട്ടുള്ള ഒരു മെത്തേഡ് 16/8 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മെത്തേഡ് എങ്ങനെ എടുക്കാം, ഞാൻ ആ ഒരു മെത്തേഡിൽ ഒരു വെയിറ്റ് ലോസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ 30 days കൊണ്ട് 5 kgs എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം കറക്റ്റും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ 16/8 എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 16/8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 16 എന്ന് പറയുന്നതാണ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് 8 മണിക്കൂറാണ് ഭക്ഷണം കഴിക്കുന്നത്. മീൻസ് ഈറ്റിംഗ് വിൻഡോ ഉണ്ട്, ഫാസ്റ്റിംഗ് വിൻഡോ ഉണ്ട്. അപ്പോൾ ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മൾ 16 മണിക്കൂർ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഐഡിയ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഏകദേശം കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു ഈ 16/8 ഈ കുറച്ച് 16 മണിക്കൂർ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക 16 മണിക്കൂർ ചിലപ്പോൾ ഞാൻ 15 മണിക്കൂർ എടുത്തുള്ളൂ, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു 16 മണിക്കൂർ കറക്റ്റായിട്ട് നമ്മളൊരു ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ. അപ്പോൾ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 16 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വിഷയത്തിലായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, 16/8 എന്ന് പറയുന്ന ഒരു മെത്തേഡ് അല്ല, അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടും അതിനേക്കാളും താഴെ ആയിട്ടുള്ളതുമായിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. ബട്ട് എങ്കിലും നമുക്ക് കുറച്ചും കൂടി വിശപ്പില്ലാതെയും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫോളോ ചെയ്യാനും നമ്മുടെ റൊട്ടീൻ അനുസരിച്ച് ഫോളോ ചെയ്യാനും ഏറ്റവും പറ്റിയിട്ടുള്ള 16/8 ആണ്. കാര്യം ഇതിനകത്ത് നമുക്ക് ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളതാണ് 16/8. നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകാം. അതല്ലാന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ മോഡ് ഉണ്ട്. ഞാൻ 1 meal a day ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കമന്റ് വന്നു കേട്ടോ, ഞാൻ ഡെയിലി അതാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ശരിക്കും മണ്ടറായിപ്പോയി. അങ്ങനെയൊക്കെ ഫോളോ ചെയ്യാൻ പാടില്ല കേട്ടോ. ശരിക്കും അങ്ങനെ ഫോളോ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ദിവസം ഒരു മീൽ മാത്രം കഴിച്ചുകൊണ്ടൊന്നും ഒരിക്കലും ജീവിക്കാൻ വേണ്ടി പാടില്ല. അത് പിന്നെ അങ്ങോട്ട് പോകും തോറും നമുക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടാവും. ഇപ്പോഴൊന്നും അറിയില്ല, കുറച്ചും കൂടി പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതൊന്നും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ ഓരോ രീതിയിലുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 16/8 അല്ല, നിങ്ങൾക്ക് 18:6 എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. 12/12 എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കുറേ മെത്തേഡ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള 16/8 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 16/8 ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ഞാൻ ഇന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 16 മണിക്കൂർ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ പറയട്ടെ, നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് 16 മീൻസ് 0 to 2 എന്ന് വെച്ചാൽ ആ 2 മണിക്കൂർ എന്തൊക്കെയാണ്, ഫസ്റ്റ് 2 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കാന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 7:30 അല്ലെങ്കിൽ 8 മണിക്ക് നമ്മൾ നമ്മുടെ എന്താ ഫാസ്റ്റിംഗ് മീൻസ് ഈറ്റിംഗ് വിൻഡോ ക്ലോസ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് തൊട്ടാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ ബോഡിയിൽ അത് ഓരോ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ അത് തൊട്ട് പിറ്റേ ദിവസം വരെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കും. പിറ്റേ ദിവസം നമ്മൾ ഈറ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ്. അപ്പോൾ ഫസ്റ്റത്തെ 2 മണിക്കൂറിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കിയാലോ. ഈ ഒരു ടൈമിലാണ് ബോഡി ഡൈജഷൻ മോഡിലേക്ക് പോകുന്നത്. കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മോഡാണ്. ഇൻസുലിന് ഇൻക്രീസ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അതുപോലെ തന്നെ എനർജി നമ്മുടെ ഫുഡിൽ നിന്നും എടുക്കുന്നതാണ്. ഈ ഒരു ടൈമിൽ ഒരിക്കലും ഫാറ്റ് ബേൺ എന്ന് പറയുന്ന കാര്യം സംഭവിക്കില്ല. നമ്മുടെ ബോഡിയിൽ നമ്മളിപ്പോൾ കഴിച്ചതല്ലേ ഉള്ളൂ. കഴിച്ചപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് നോർമലി ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു ടൈമിലാണ് നടക്കുന്നത്. നമ്മുടെ ആ ഒരു ഡൈജഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ് ആ ഒരു 2 മണിക്കൂർ എന്ന് പറയുന്നത്. ഇനി 2 to 4 മണിക്കൂർ, ഫസ്റ്റ് കഴിഞ്ഞിട്ട് 2 to 4 മണിക്കൂറിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. ബ്ലഡിലെ ഷുഗർ ലെവൽ നോർമൽ ആവും. ഇൻസുലിൻ ഇൻക്രീസ് ആയിട്ടില്ലേ, അത് ചെറുതായിട്ട് ഡിക്രീസ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമ്മുടെ ലിവറിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും.
ഈ സമയത്താണ് നമുക്ക് ഹങ്കർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഹാബിറ്റ് ഹങ്കർ. നമുക്ക് ഹാബിറ്റ് ഹങ്കറും ഉണ്ട്, അല്ലാത്ത ഹങ്കറും ഉണ്ട് കേട്ടോ. ഹാബിറ്റ് ഹങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറയില്ലേ, ഞാൻ രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ആ ഒരു ടൈം ആവുമ്പോൾ നമുക്ക് എന്തായാലും വിശക്കും. അങ്ങനെ ഒരു നമ്മുടെ ഹാബിറ്റിൽ നമ്മൾ മാറ്റമൊന്നും വരുത്താതെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ആ ഒരു ടൈം ആവുമ്പോൾ നമ്മുടെ ഹാബിറ്റ് ഹങ്കർ ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഫാറ്റ് ബേൺ അപ്പോഴും അവിടെ നടക്കില്ല. അപ്പൊ തന്നെ ആലോചിച്ച് നോക്ക്, ഫസ്റ്റ് നമ്മൾ ഫാസ്റ്റിംഗ് ഈറ്റിംഗ് വീണ്ടും സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം 4 മണിക്കൂർ ഇതുവരെയായിട്ട് ഫാസ്റ്റിംഗ് നമുക്ക് സോറി ഫാറ്റ് ബേൺ നമുക്ക് ഇതുവരെയായിട്ട് സംഭവിച്ചിട്ടില്ല. ഇനി അടുത്ത മണിക്കൂർ എന്ത് നോക്കും, അടുത്ത മണിക്കൂർ നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവും എന്ന് നോക്കിയാലോ. അടുത്ത 4 to 8 മണിക്കൂറാണ്. മീൻസ് 4 മണിക്കൂർ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ലിവറിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു സ്റ്റോർ ചെയ്യുന്നത് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇൻസുലിന് സ്ലോ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ബേൺ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് കിടക്കും. അതുപോലെ ബോഡിയിലെ വാട്ടർ റിറ്റൻഷനെ പുറത്താവാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ബോഡിയിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിങ്ങനെ റെഡ്യൂസ് ചെയ്ത് റിലീസ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു ടൈമാണ് 4 to 8 മണിക്കൂർ എന്ന് പറയുന്നത്. ഈ ഒരു ടൈമില് നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ക്ഷീണം, തലവേദന, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന ഒരു ടൈമാണ് 4 to 8 മണിക്കൂർ എന്ന് പറയുന്നത്. കാര്യം ബിഗിനർ ആണ്, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. അല്ലാത്തവർക്ക് നോർമലി ഈ കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിൽ നോർമലി നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇതാണ് നമുക്ക് 8 മണിക്കൂറിനകത്ത് നടക്കുന്നത്. ഇനിയുണ്ട് 8 മണിക്കൂർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫാറ്റ് ബേൺ ആ ഒരു 8 മണിക്കൂർ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 8 മണിക്കൂർ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ബാക്കിയുള്ള 8 to 12 മണിക്കൂറാണ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിലെ ഫാറ്റിനെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഫാറ്റിനെയാണ് എനർജി ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ എനർജി മീൻസ് ഫ്യൂവൽ ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പൊക്കോണ്ടേയിരിക്കുന്നത്. ഇൻസുലിൻ ലെവൽ ഈ സമയമാകുമ്പോൾ നന്നായിട്ട് താഴ്ന്നിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഗ്രോത്ത് ഹോർമോണ് ഇൻക്രീസ് ആവുന്ന ഒരു ടൈമാണ്. മസിൽ ബ്രേക്ക് ഡൗൺ മിനിമൽ ആവുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയമാണ് റിയൽ ആയിട്ട് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബേൺ ആകുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 8 to 12 മണിക്കൂർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 12 to 16 മണിക്കൂർ ഈ ഒരു ടൈമിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. ഈ ഒരു സമയത്താണ് ഫാറ്റ് ബ്രേക്ക് ഡൗൺ കൂടുതലായിട്ട് മാറുന്നത്. കീറ്റോൺ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു സമയത്ത് ഈ ഒരു മണിക്കൂറിലാണ് നമ്മുടെ ബെല്ലി ഫാറ്റിലുള്ള ഫാറ്റും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ആവും. ഓട്ടോഫാഗി സ്റ്റാർട്ട് ചെയ്യും. ഓട്ടോഫാഗി എന്തൊക്കെയാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി നോക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഈ ഒരു ടൈമിലാണ് വെയിറ്റ് ലോസ് നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് സ്ട്രോങ് ആക്കുന്ന ടൈം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ 0 നിന്ന് തുടങ്ങി 16 മണിക്കൂറിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഏതൊക്കെ ഫേസിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ ഈ ഒരു 16 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുകയാണ്. ഇതിന്റെ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം മാറും. ഈ പറയുന്ന കാര്യം നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ എല്ലാം ഹൈ ആയിട്ടാണ് ഇരുന്നത്. പിന്നെ നെക്സ്റ്റ് ഓരോ മണിക്കൂർ വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ വന്ന് റെഡ്യൂസ് ആയി ഒരു 8 മണിക്കൂർ ആകുമ്പോൾ മാത്രമേ ഫാറ്റ് ബേൺ എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇതിപ്പോ 2 മണിക്കൂർ കഴിഞ്ഞു, ഒരു 4ാമത്തെ മണിക്കൂർ ചെന്നിട്ട് നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് അവിടെ തീർന്നു. ബ്രേക്ക് ആയി എന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ നടക്കും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ കറക്റ്റായിട്ട് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ കുറെ പേര് എന്നോട് ചോദിച്ചു ജീരക വെള്ളം കുടിക്കാമോ എന്നൊക്കെ ചോദിച്ചതിന്റെ മെയിൻ റീസൺസ് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ കാലറി കുറവാണ് എങ്കിലും നമ്മൾ ഇത് കുടിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിന് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പിന്നും ഫാസ്റ്റിംഗ് എടുത്താൽ നമ്മൾ കുറെ നേരം ഫാസ്റ്റിംഗ് എടുത്താൽ മാത്രമേ ഇത് നോർമലുള്ളൂ. പക്ഷെ അത് നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ഒരു ജീരക വെള്ളത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭക്ഷണം ഇല്ലാതെ ജീവിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ടൈമിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു
ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് സംഭവങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആ ഒരു ഫുഡിനെ ആയിരിക്കും എനർജി ആയിട്ട് കൺവേർട്ട് ആക്കുന്നത്. ജങ്കാണ് എടുക്കുന്നെങ്കിൽ ജങ്കിനെ ആയിരിക്കും കൺവേർട്ട് ആക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു ഫാറ്റ് ലോസ് ആയിട്ട് വരില്ല. അവിടെ കിടന്നത് ഫാറ്റ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് തന്നെ കിടക്കും. നമ്മൾ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ അത് നല്ലൊരു എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് പോവുള്ളൂ. അല്ലാത്ത പക്ഷെ അത് നല്ല രീതിയിൽ കൺവേർട്ട് ആവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ട് ടൈം, നമ്മൾ ഈറ്റിംഗ് വിൻഡോ ആയാലും നമ്മൾ ഫാസ്റ്റിംഗ് ടൈം ആയാലും രണ്ടും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടേ പാടില്ല. നമ്മൾ ഇൻ കേസ് അതിനെ കാണാതെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാറ്റ് ബേൺ നടക്കില്ല. 8 മണിക്കൂർ ആകുമ്പോൾ മാത്രമേ ഫാറ്റ് ബേൺ എന്ന് പറയുന്ന പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുള്ളൂ. ആ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൽ പ്രത്യേകിച്ച് യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് തന്നെയാണ് അർത്ഥം. ഞാൻ പറഞ്ഞില്ലേ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തഡ്. ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തഡിനെ മര്യാദയ്ക്ക് നമ്മൾ നേരെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. നമ്മളെ 16 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ എന്തായിരിക്കും നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ പറയുന്നു ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്നു, പക്ഷെ ആ ഒരു ടൈം നമ്മൾ ശരീരത്തിൽ എന്താണ് നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏത് ടൈം ആകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പോലെ ക്രേവിങ്സ് തോന്നുന്നത്, ഏത് ടൈം ആകുമ്പോഴാണ് നമ്മൾ ഹാബിറ്റ് ഹങ്കർ വരുന്നത്, ഏത് ടൈം ആകുമ്പോഴാണ് നമ്മൾ ഫാറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് 12 മണിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മൾ 8 മണിക്ക് ഫുഡ് കഴിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം കുറച്ച് നേരത്തെ കുറച്ച് മണിക്കൂറിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. ആ ഒരു നൈറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഫാസ്റ്റിങ്ങിന്റെ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്തേ തുടങ്ങിക്കോളും. കാര്യം ഓൾറെഡി ബോഡി റെസ്റ്റ് ആണ്. ബോഡി റെസ്റ്റ് ആകുമ്പോഴാണ് കൂടുതൽ ഫാസ്റ്റിംഗ് വരുന്നത്, ഫാറ്റ് ലോസ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഫാറ്റ് ലോസ് സംഭവിക്കുന്നു, നമ്മൾ അത്യാവശ്യം റെസ്റ്റും എടുക്കുന്നു. നമുക്ക് പിന്നെ എനിക്ക് ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പ്രഷർ എനിക്ക് വരാറില്ല. അപ്പം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ടൈം ചൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാം, അല്ലാതെ ഇങ്ങനെ പോകണമെങ്കിൽ ഇങ്ങനെയും പോവാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നോർമൽ യൂഷ്വൽ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും ഈറ്റിംഗ് വിൻഡോയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ആ ഒരു സമയത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ആ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ മാത്രമേ നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു പരിധിയല്ല കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ഒരു വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എന്താ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. ഇതുപോലത്തെ വീഡിയോ വേണോ, അതേ വേറെ ടൈപ്പ് ഓഫ് വീഡിയോ വേണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലത്തെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ദിവസം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.